ദക്ഷ പ്രജാപതി സതിയെയും പരമശിവനെയും നിന്ദിച്ച കഥ. മാതാപിതാക്കളെയും സഹോദരിമാരെയും കാണുവാനുള്ള ആഗ്രഹവും പിതാവ് അനുഷ്ഠിക്കുന്ന പ്രമുഖയാഗത്തിൽ പങ്കെടുക്കുവാൻ പോകുന്നതിനുള്ള അഭിമാനവും സതീദേവിയുടെ മുഖത്ത് വിടർന്നു നിന്നു. അവൾ ഉല്ലാസത്തോടെ യാഗസ്ഥലത്തെത്തി. യാഗഭൂമി വിശിഷ്ടാതിഥികളാൽ നിറഞ്ഞിരുന്നു. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ദേവഗണങ്ങൾ, ഋഷികൾ, പ്രജാപതികൾ തുടങ്ങിയവർ അവിടെ ഉപവിഷ്ടരായിരുന്നു. സതീദേവി ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും വന്ദിച്ചു. അനന്തരം അവർ മാതാവിന്റെ സമീപത്തേക്ക് നീങ്ങി. അനുവാദം കൂടാതെ യാഗഭൂമിയിൽ പ്രവേശിച്ചത് ആരാണ്? എന്റെ യാഗസ്ഥലം അശുദ്ധമാക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കുന്നതല്ല. നിൽക്കവിടെ. ഉഗ്രാജ്ഞ കേട്ട് സതീദേവി നടുങ്ങിപ്പോയി. അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ദക്ഷ പ്രജാപതിയെ അവൾ കണ്ടു. ഉടൻ തന്നെ സതീദേവി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കാനാഞ്ഞു. എന്നാൽ അവളുടെ വിരൽ സ്പർശം തന്റെ പാദങ്ങളിൽ പതിക്കാതിരിക്കത്തക്കവണ്ണം ദക്ഷൻ അകന്നുമാറി. ഹേ നീജെ, നിന്നോട് ഞാൻ ചോദിച്ചില്ലേ എന്തിനിവിടെ വന്നുവെന്ന്? നിന്നെ ആരാണ് ഇവിടെ ക്ഷണിച്ചത്? ദക്ഷൻ വീണ്ടും അന്വേഷിച്ചു. അച്ഛാ, അവിടുന്ന് എന്താണ് അപരിചിതനെ പോലെ പെരുമാറുന്നത്? ഞാൻ അവിടുത്തെ പുത്രിയല്ലേ? അവിടുന്ന് നടത്തുന്ന യാഗത്തിൽ എനിക്ക് ക്ഷണമില്ലാതെ പ്രവേശിച്ചുകൂടെ? സതീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ഇല്ല, നിനക്കിവിടം നിഷിദ്ധമാണ്. ദക്ഷ പ്രജാപതി ഉഗ്രസ്വരത്തിൽ തുടർന്നു. നീ നോക്കുക, ഇവിടെ എത്തിയിരിക്കുന്നവർ സാമാന്യരാണോ? ബ്രഹ്മ, മഹാവിഷ്ണു, പ്രജാപതികൾ, മഹാഋഷിമാർ. അവർ ഭൂമിക്ക് ആനന്ദവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നവരാണ്. നിന്റെ യോഗ്യത എന്താണ്? പറയൂ, കേൾക്കട്ടെ. അച്ഛാ, ഞാൻ മഹാനായ ദക്ഷ പ്രജാപതിയുടെ വീരണി മാതാവിൻ്റെയും പുത്രിയല്ലേ? ദേവമൂർത്തികളിൽ ശ്രേഷ്ഠനായ പരമശിവനല്ലേ എൻ്റെ പതി? ഇതിൽ കവിഞ്ഞ മറ്റെന്ത് ശ്രേഷ്ഠതയാണ് എനിക്കും ഈ ലോകത്തിനും വേണ്ടത്? അഭിമാനത്താൽ സതീദേവിയുടെ ശിരസ്സുയർന്നു. നീ എൻ്റെ മകളായിരുന്നു, അത് നാളുകൾക്ക് മുമ്പ്. പക്ഷേ നീ അഭിമാനത്താൽ എടുത്തു പറഞ്ഞ നിന്റെ പതിയുണ്ടല്ലോ, ആ കപാലി, അവൻ്റെ യോഗ്യതകൾ വിശേഷം തന്നെ. ദേവമൂർത്തികളോട് അവനെ സാദൃശ്യപ്പെടുത്തി ആ വിശിഷ്ടന്മാരുടെ മഹത്വം നീ കെടുത്താതിരിക്കുക. പുലിത്തോലും ധരിച്ച് സർപ്പാഭരണങ്ങളുമായി നടക്കുന്ന നിന്റെ പതി പരമേശ്വരൻ അശുദ്ധനാണ്. അവന്റെ പത്നിയായതോടെ നീയും അശുദ്ധിയായി കഴിഞ്ഞു. നിന്റെ സാന്നിധ്യത്തിൽ പരിപാവനമായി ഈ യാഗഭൂമി അശുദ്ധമാക്കാതെ നീ കടന്നു പോവുക. ദക്ഷപ്രജാപതി ആജ്ഞാപിച്ചു. മഹാപ്രഭു, അവിടുന്ന് ഇങ്ങനെ ഉഗ്രപ്രതിജ്ഞ ആകാതിരുതായിരുന്നു. നമ്മുടെ മകളെ സ്വീകരിക്കുക. ഭർത്താവ് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇവളെങ്ങനെ പങ്കാളിയാകും? വീരണി ഭർത്താവിനെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചു. ദക്ഷൻ അമർഷം വഴിയുന്ന കണ്ണുകളോടെ വീരണിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേവി, ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ നിർദ്ദേശവും ഉപദേശവും ആവശ്യമില്ല. പ്രജാപതി ശ്രേഷ്ഠനായ ദക്ഷൻ അനുഷ്ഠിക്കുന്ന യാഗത്തിൽ ആരെല്ലാം സന്നിഹിതനായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ദക്ഷൻ തന്നെയായിരിക്കും. വീരണി സഹതാപത്താലും അരികമ്പയാലും മകളെ തലോടി. അച്ഛാ, ഞാനും എൻ്റെ ഭർത്താവായ ശങ്കരനും അങ്ങയ്ക്കെതിരെ നടത്തിയ തെറ്റുകൾ മഹാനുഭാവനായ അങ്ങ് ക്ഷമിച്ചാലും. സതീദേവി നിരുക്തനായ കണ്ഠനായി. അഭിനയം നന്നാകുന്നുണ്ട്. ദക്ഷൻ സതിയെ പരിഹസിക്കുവാനുള്ള വട്ടം കൂട്ടി. ആ മഹാൻ പരമശിവൻ എൻ്റെ കൊട്ടാരത്തിൽ സസുഖം പാർക്കുകയായിരുന്നുവല്ലോ. അഹങ്കാരത്താൽ മതിമറന്ന അവന് കൊട്ടാരം നിഷിദ്ധമായപ്പോൾ ആഹാരം പോലും ലഭിക്കുന്നില്ലായിരിക്കും. എന്താ മകളെ, യാഗാനന്തരം നടക്കുന്ന ഭിക്ഷ സ്വീകരിക്കുവാനാണോ നിന്നെ അവൻ ഇങ്ങോട്ടയച്ചത്? ദക്ഷൻ പരിഹാസ രൂപേണ തുടർന്നു. അവൻ സമർത്ഥൻ തന്നെയാണ്. വാസ്തലത്ത് സുഖമായിരുന്നു കൊണ്ട് പത്നിയെ ഭിക്ഷയ്ക്കായി അയച്ചിരിക്കുന്നു. ദക്ഷ പ്രജാപതിയുടെ വാക്കുകൾ സതീദേവിക്ക് അസഹ്യമായി തീർന്നു. അവൾ യാഗഭൂമിയിൽ കണ്ണോടിച്ചു. എല്ലാവരുടെയും മിഴികൾ തൻ്റെ നേർക്ക് തന്നെയാണ്. എല്ലാവരുടെയും സഹതാപം തനിക്ക് നേരെ. സതീദേവി പരീക്ഷണയായി. അവൾ ബ്രഹ്മദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും സഹായം തേടി. അല്ലയോ മൂർത്തികളെ, നിങ്ങൾ ജ്ഞാനികളല്ലേ? പറയുക, എൻ്റെ പതി അശുദ്ധനാണോ? അദ്ദേഹത്തെ യാഗത്തിന് ക്ഷണിക്കാഞ്ഞത് ഉചിതമാണെന്ന് ഭഗവാൻ വിശ്വസിക്കുന്നുണ്ടോ? മറുപടി പറഞ്ഞാലും. ദേവി, ഇക്കാര്യത്തിൽ യുക്തായുക്ത വിചാരത്തിന് ഞങ്ങൾക്ക് അധികാരമില്ല. എങ്കിലും നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാം. കപാലധാരിയായ ഒരുവൻ എങ്ങനെയാണ് പൂജ്യമായ യാഗഭൂമിയിൽ പ്രവേശിക്കുന്നത്? യാഗത്തിന് പരമശിവനെ ക്ഷണിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ദക്ഷപ്രജാപതി മാത്രമാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതനുസരിച്ചല്ല അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചത്. ശങ്കരനെ ക്ഷണിക്കാത്തതും തികച്ചും ദക്ഷന്റെ മാത്രം ഇഷ്ടമാണ്. ബ്രഹ്മദേവൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു. സതീദേവി നാലുപാട് നോക്കി. ഒരാളെങ്കിലും തനിക്ക് അനുകൂലമായി ശബ്ദം ഉയർത്തുവാനുണ്ടോ? ഏവരും തന്നോട് സഹതപിക്കുക മാത്രം ചെയ്യുന്നു. ദക്ഷപ്രജാപതി വിജയഭാവത്തിൽ പുഞ്ചിരിക്കുന്നു. സതീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി.
അവൾ കുനിഞ്ഞ ശിരസുമായി അല്പസമയം കൂടി അവിടെയിരുന്നു. ആരും തന്നെ ശ്രദ്ധിക്കുന്നതേയില്ല. ഒഴിവിൽ നിറഞ്ഞൊഴുകുന്ന മിഴികളുമായി സഖിമാരോടൊപ്പം സതീദേവി കൈലാസത്തിലേക്ക് മടങ്ങി. അടുത്തത് സതീ പരിത്യാഗമാണ്. തുടരും.